നമസ്കാരം. രാജ്യത്താകമാനം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടാക്കിയാണ് BJP ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചത് എന്നൊരു ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ ശ്രമം നടക്കുകയാണ്. അതിന് ചില മാധ്യമങ്ങളുടെ പിന്തുണയുണ്ട്, മാത്രമല്ല ചില ബുദ്ധിജീവികളുടെ അടക്കം പിന്തുണയുണ്ട്, മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സംഭവമാക്കി മാറ്റാനും രാജ്യമൊട്ടാകെ ഒരു വലിയ ചർച്ചാ വിഷയമാക്കാനും ഒക്കെയുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതിൻ്റെ ചുവട് പിടിച്ച് കേരളത്തിൽ BJP വിജയിച്ച ഏക മണ്ഡലമായ തൃശ്ശൂർ മണ്ഡലത്തിലും വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുകയാണ്. സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ട് ചെയ്തു. സുരേഷ് ഗോപിക്ക് ഏതാണ്ട് 30,000-ഓളം വോട്ടുകൾ, ഈ ഇരട്ടിച്ച വോട്ടുകളാണ് ലഭിച്ചത് എന്നിങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഇങ്ങനെ ഉയരുകയാണ്. എന്തായാലും 75,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സുരേഷ് ഗോപിയുടെ ഈ വിജയത്തെയാണ് ഇവർ ഈ തോറ്റ് 1.5 വർഷത്തിന് ശേഷം ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ചുവട് പിടിച്ച് ഈ ഭാരതമൊട്ടാകെ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്കെതിരെ നരേന്ദ്രമോദി ഒന്നും രംഗത്തിറങ്ങേണ്ട കാര്യമില്ല. കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങിയാലും മതി. ഈ വാർത്താ സമ്മേളനം ഒന്ന് നോക്കുക. അല്ല, അതിപ്പോൾ രാഹുൽ ഗാന്ധി അവരെ പഠിപ്പിച്ച ഒരു രീതിയല്ലേ. 70,000 വോട്ട് കൊണ്ട് ജയിച്ച സുരേഷ് ഗോപിജീനെ കുറിച്ച് ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണല്ലോ അവരൊരു ഒരു ഒരു പരാതി. അത് നോക്കൂ, കോൺഗ്രസ് ഇത് ശ്രദ്ധമായിട്ടൊന്ന് കേൾക്കണം. കോൺഗ്രസിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഒരു കൊല്ലത്തിൽ 6-10 തവണ വെക്കേഷനിൽ പോകുന്ന ആളാണ്. അപ്പോൾ ഇവിടുത്തെ എലക്ഷൻ പ്രോസസ്സും ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു രീതിയും അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ പാർട്ടിക്കും ഒരു അവകാശമുണ്ട്. എലക്ഷൻ കമ്മീഷൻ എല്ലാ ഇലക്ഷൻ്റെ മുമ്പ്, തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ഇലക്ടറൽ റോൾസ് പബ്ലിഷ് ചെയ്യുന്ന ഒരു രീതി നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവർക്ക് അത് അവർ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് പറയുന്നില്ല. ഇതെല്ലാം ആ പാർട്ടിയിലിപ്പോൾ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് പാർട്ടിയിൽ ശ്രദ്ധ തിരിക്കാൻ, പ്രവർത്തകരുടെ ശ്രദ്ധ തിരിക്കാൻ രാഹുൽ ഗാന്ധി എല്ലാ 3 ദിവസം 4 ദിവസം ഒരു നാടകം ചെയ്യും. ഇതുവരെ നടത്തിയത് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്നലെ അത് പൊളിഞ്ഞു. അതിന് മുമ്പ് എത്രയോ നാടകവും നുണയും ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ട്, അതും പൊളിഞ്ഞു. അവരെ കോൺഗ്രസ് പാർട്ടിയിലുള്ള ബുദ്ധിമുട്ടും അവരെ പ്രവർത്തകരിലുള്ള ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസിനെ ശ്രദ്ധ തിരിക്കാനാണ് രാഹുൽ ഗാന്ധി എല്ലാ 4-5 ദിവസം ഓരോരോ പുതിയ വാർത്തകൾ സൃഷ്ടിക്കുന്നത്. ഇതിൽ സത്യം എന്താണെന്ന് ഇലക്ഷൻ കമ്മീഷനെ ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇതും പൊളിയും. നമ്മളിപ്പോൾ കഴിഞ്ഞ 10 കൊല്ലം രാഹുൽ ഗാന്ധി എത്ര തവണ എത്ര പ്രാവശ്യം നുണ പറഞ്ഞിട്ടുണ്ട്, ആരോപണം കുറിച്ച് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്, എല്ലാം പൊളിഞ്ഞില്ലേ? ഇതും പൊളിഞ്ഞു. ആറ്റം ബോംബെന്ന് പറഞ്ഞ് നടക്കുന്ന രാഹുൽ ഗാന്ധി, പുള്ളിക്കാരൻ വിചാരിക്കുന്നത് ആറ്റം എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ ഏറ്റവും ചെറിയൊരു എലിമെൻറ്റാണ്. ആറ്റം ബോംബ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ വിചാരിച്ചു ഇത് ചെറിയൊരു ഇഷ്യൂ ആണ്, അത് ചെറിയ ഇഷ്യൂ ആയി മാറി, അത്രേ ഉള്ളൂ. അല്ല, അങ്ങനെയൊന്നല്ല. ഇത് നിങ്ങൾ അതിന് ന്യായീകരിക്കാൻ ഇറങ്ങേണ്ടതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം രാഹുൽ ഗാന്ധിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് കണ്ടാൽ മനസ്സിലാക്കണം, ഇതിപ്പോൾ തുടങ്ങിയ ഒരു കാര്യമൊന്നുമല്ല, ഇപ്പോൾ തുടങ്ങിയ ഒരു രീതിയൊന്നുമല്ല. 10-11 കൊല്ലമായിട്ട് ഞാൻ പറഞ്ഞ പോലെ 4-5 ദിവസം ഒരു പുതിയ വാർത്ത, ഒരു പുതിയ ആരോപണം, എന്നിട്ട് ഒരു പ്രെഡിക്റ്റബിളി ഞാൻ പറഞ്ഞുതരാം, 7 ദിവസം കഴിഞ്ഞിട്ട് അത് പൊളിയും, അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ വാർത്തയായിരിക്കും. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കണം. തോറ്റ് കോൺഗ്രസ് പാർട്ടീൻ്റെ പ്രവർത്തകർക്ക് ഒരു ബുദ്ധിമുട്ട്, അവരുടെ നേതൃത്വം, അവരുടെ രാഹുൽ ഗാന്ധിൻ്റെ ലീഡർഷിപ്പിനെ കുറിച്ച് അവിടെ ചോദ്യങ്ങൾ പ്രവർത്തകർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവരുടെ ശ്രദ്ധ തിരിക്കാൻ രാഹുൽ ഗാന്ധി ഓരോരോ ആരോപണം. നോക്ക്, ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആരാണ് ജയിക്കേണ്ടത്, ആരാ തോൽക്കേണ്ടത്. ഒന്നും ചെയ്യാത്തൊരു കോൺഗ്രസ് പാർട്ടി, അഴിമതിയും ദുർഭരണം ഇന്നും ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടി
എങ്ങനെയാണ് ജനങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? ഇതല്ലേ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഇതെല്ലാം ഞാൻ കേട്ടു. പിതാവിനോട് ഞാൻ സംസാരിക്കാം. ഒരു കേന്ദ്രമന്ത്രി ആയാൽ കേന്ദ്രമന്ത്രിക്ക് കുറേ ചുമതലകളും ഉത്തരവാദിത്വം ഉണ്ടാവും. അപ്പോൾ ഒരു സാധാരണ MP പോലെ അദ്ദേഹത്തിന് അത്ര സമയം കൊടുക്കാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ തൃശ്ശൂർ BJP ടീമുണ്ട്. അപ്പോൾ എന്താണ് കാര്യം, എന്താണ് കാരണം, അത് ഞാൻ പിതാവിനോട് നാളെ വിളിച്ച് ചോദിക്കാം. എന്നിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് പറയാം. ഓക്കെ. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.